ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? നമുക്കിന്നൊരു പൈനാപ്പിളും ചവ്വരിയും വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് പോവാം. ഒരു കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് വേവിച്ചെടുക്കാം. ചവ്വരി വെന്ത് വരുമ്പോഴേക്കിനും അതിലേക്കുള്ള പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാൻ എടുത്ത് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരി വെക്കാം. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് പൈനാപ്പിൾ, ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ചോപ്പറിലിട്ടിട്ട് ഒതുക്കിയെടുക്കുകയും ചെയ്യാം, ഇല്ലെങ്കിൽ അരച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നന്നായി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ പാത്രത്തിൽ തന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഷുഗറും ചേർത്ത് കൊടുക്കുക, മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 കപ്പോളം മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് വേണം നമ്മൾ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വഴുവഴുപ്പ് നന്നായിട്ടുണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. ഇതിലേക്കൊരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കാം. ചവ്വരി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇതിൽ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളെ പൈനാപ്പിൾ പായസം റെഡിയാണ്. നമ്മൾ പൈനാപ്പിൾ ചേർക്കുമ്പോൾ എപ്പോഴും ചവ്വരി പൈനാപ്പിൾ രണ്ടും ചൂടാറിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചവ്വരി പൈനാപ്പിൾ ചേർക്കുന്നതോടുകൂടിയിട്ട് പിരിയും. അതുകൊണ്ട് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.